സ്പെഷ്യൽ തിരുവനന്തപുരം, തൃശ്ശൂർ, തിരുവനന്തപുരം കഴിഞ്ഞിട്ട് സദ്യ കഴിഞ്ഞേ ഉള്ളൂ ഈ ലോകത്ത്. വേറെ സദ്യ കണ്ടം വഴി ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. അനദർ ഡേ, അനദർ വ്ളോഗ്. ഇന്ന് ഒരുപാട് പരിപാടികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ബേസിക്കലി എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി താടി ട്രിം ചെയ്യണം. നമ്മുടെ സ്ഥിരം സ്ഥലം ടെക്സ്റ്റൈലെക്സിൽ പോകുന്നു. ഗോപനെ കൊണ്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യിക്കുന്നു. ബിക്കോസ് ഈവനിങ് ഒരു ചെറിയ പരിപാടിയുണ്ട് ഷാസിന്. അപ്പോൾ അതിന് ഞാനും കൂടെ പോകുന്നുണ്ട് ഗൈസ്. എന്തോ ഒരു സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗാണ്, അവിടെ പോകണം. ജസ്റ്റ് എല്ലാവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റുമെന്ന് നോക്കണം. വ്ളോഗ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഗൈസ് ഞാൻ ഉറപ്പായിട്ടും അവിടുത്തെ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ പറ്റുമെങ്കിൽ ലഞ്ചിന് എവിടെയെങ്കിലും പോകാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്ന് ഇത്രയായിരിക്കും വ്ളോഗിലുള്ളത്. സോ ലെറ്റ്സ് സീ. അപ്പോൾ എന്തായാലും ഗൈസ് ആദ്യം ഞാൻ പോയി ഒന്ന് ട്രിം ചെയ്തിട്ട് വരാം ഗോവൻ്റെ അങ്ങോട്ട്. ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ സൺഡേ കൊച്ചി റോഡുകളിൽ കൂടി പനമ്പള്ളി നഗറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷേവ് ചെയ്തിട്ട് ചിലപ്പം ഞാൻ എവിടെയെങ്കിലും പോയി കഴിക്കണോ അതോ ഷാസ് കൂടെ ഉണ്ടാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവനെ ചിലപ്പോൾ പോയി തിരിച്ചു പോയി പിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും ഗോപൻ്റെ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ആദ്യം നമുക്ക് ട്രിം ചെയ്യാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാനൊരു കോഫി കുടിക്കാൻ പോകും. കഫിക്കാനെ പോയിട്ട് കുറച്ച് നാളായി. കടവന്ത്രയിൽ എപ്പോഴും ഒരു ട്രാഫിക്കാണ് ഗൈസ്. ഇവിടെയാണ് എപ്പോഴും ടൈം സ്റ്റക്കാവുന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ കൊച്ചിയുടെ ഐക്കോണിക് സ്പോട്ടായ പനമ്പള്ളി നഗറിലെത്തിയിരിക്കുകയാണ്. അവിടെയാണ് വരുന്ന സലൂൺ സ്റ്റൈലെക്സ് എന്ന് പറഞ്ഞിട്ട്. ഇത് വേറൊരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഞാൻ ഏറ്റവും കൂടുതൽ വരുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ പനമ്പള്ളി നഗറാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലമാണ്. ബിക്കോസ് വേറെ ഒരിടത്തും പോയാൽ കിട്ടാത്ത ഒരു വൈബാണ് ഗൈസ് പനമ്പള്ളി. എത്ര പേര് അഗ്രി ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഒരുവിധം എല്ലാവരും ഹാങ് ഔട്ട് ചെയ്യുന്നതും ആൾക്കാരെ മീറ്റ് ചെയ്യാൻ വരുന്നതും ഒക്കെ പനമ്പള്ളി നഗറിലാണ്. മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ എത്രയും വർഷമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്പോട്ട് അല്ലാതെ വേറെ ഇടം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാറില്ല കൊച്ചിയിൽ. ഫോർട്ട് കൊച്ചിയൊക്കെ നല്ലതാണ്, പക്ഷേ ഞാൻ എപ്പോഴൊന്നും ആരും ഫോർട്ട് കൊച്ചിയിലൊന്നും പോകത്തൊന്നുമില്ല ഗൈസ്. എപ്പോഴെങ്കിലും കുറച്ച് ലോങ് ഡ്രൈവ് ചെയ്യാൻ തോന്നുന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ അവിടെ ഏതെങ്കിലും കഫേയിൽ വല്ലതും പോകണമെന്നുണ്ടെങ്കിൽ മാത്രമേ ആ സൈഡിലോട്ട് പോകത്തുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ നമുക്കൊരു ഡ്രൈവിന് ഇങ്ങനെ വന്ന് കറങ്ങി പെട്ടെന്ന് ഒരു സ്പോണ്ടേനിയസ് ഡിസിഷനിൽ എവിടെയെങ്കിലും കയറി കഴിക്കാം. ആൾക്കാരെന്തായാലും കാണും പനമ്പള്ളിയിൽ പരിചയമുള്ളത്. അപ്പോൾ അവരെ കണ്ട് മീറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു വൈബ് സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ സിറ്റിയിലും ഒരു സ്ഥലം ഉണ്ടല്ലോ അങ്ങനത്തെ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമായിരിക്കും ഗൈസ്. ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ഹാങ് ഔട്ട് ചെയ്യാനും ആൾക്കാർക്ക് ചില്ല് ചെയ്യാനും പറ്റണ സ്പോട്ട്സ് കൂടെ ഉണ്ടെങ്കിൽ സെറ്റായിരിക്കും. ക്വീൻസ് വാക്ക് വേയും ഒക്കെ എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ക്വീൻസ് വാക്ക് വേയും അവിടെ മറ്റേ ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കലൂർ സ്റ്റേഡിയമാണ്. ഇത് ഈ രണ്ട് സ്ഥലം എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മിങ്കിൾ ചെയ്യുന്നതും. ഞാൻ കൂടുതലും കഴിച്ച് അപ്പം പനമ്പള്ളി നഗറിൽ തന്നെയാണ്. ഇവിടെ ഉള്ള കഫേകളിലൊക്കെ ആയിരിക്കും എന്നെ കൂടുതലും കാണാൻ പറ്റുന്നത്. ഇതേപോലെ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം ഏതാണെന്ന് നിങ്ങൾ പറയുക ഗൈസ്. കൊച്ചിയിൽ ഏത് പാർട്ടിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹാങ് ഔട്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഗൈസ് ഇതാണ് ട്രിം ചെയ്യണതിന് മുമ്പുള്ള ലുക്ക്. ഞാനിപ്പോൾ അടുത്ത് കാണാൻ പോകുന്ന ട്രിം ചെയ്തിട്ടുള്ള ലുക്ക്. ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ ട്രിം ചെയ്തിരിക്കുകയാണ്. വലിയ ഡിഫറൻസ് ഒന്നും തോന്നാൻ ചാൻസ് ഇല്ല. ചെറുതായിട്ടൊക്കെ ഒന്ന് ഞാൻ ട്രിം ചെയ്യാറേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് വളരും. ഞാൻ വീണ്ടും വന്നിട്ട് ഇതൊന്ന് കുറയ്ക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ് ഇനി എന്തെങ്കിലും കഴിക്കണം. ഷാസിനെ വിളിച്ചിട്ടാണ് എടുക്കുന്നത്. എനിക്ക് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പോയി ഒരു കോഫിയും കുടിച്ച് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കുകയും ചെയ്യാമെന്നുള്ള പ്ലാനിലിരിക്കുകയാണ്. എല്ലാവരും സൺഡേ എൻജോയ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഉച്ച സമയമായി ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ലഞ്ചിൻ്റെ കേസ് പറയുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം മറ്റേ ഐ പി എൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും വായില്ലാതെ വരും. ഇവിടെ ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൻ്റെ ഒരു ഓപ്ഷൻ പോലത്തെ ഒരു സംഭവമുണ്ട് ഗൈസ്, കാക്കനാട്. അപ്പോൾ ഞാൻ ഷാസ് എന്തോ മലപ്പുറത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ് മലപ്പുറം ടീമിൻ്റെ. അപ്പോൾ അവനെന്തായാലും ഇൻവൈറ്റ് ഉണ്ട്. അപ്പോൾ ഞാനും അതിൻ്റെ കൂട്ടത്തിൽ കയറി പോയിട്ട് പറ്റുമെങ്കിൽ വ്ളോഗ് പോലെ എടുക്കാൻ നോക്കാം. ലെറ്റ്സ് സീ ഗൈസ്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് കഫിക്കാൻ വരെ പോയിട്ട് വരാം. അങ്ങനെ ഗൈസ് നമ്മൾ കഫിക്കാൻ വരെ എത്തിയിരിക്കുകയാണ് ആഫ്റ്റർ സോ ലോങ്. സഹൽ എനിക്ക് തോന്നുന്നത് ദുബായ് യാത്ര കഴിഞ്ഞ് വന്നെന്ന് തോന്നുന്നു. അപ്പോൾ അവനെ കണ്ടൊരു ഹായ് പറയാമെന്ന് പറഞ്ഞാലോ. യെസ് ബ്രോ, എന്തുണ്ട് സുഖം? മെനുവിൻ്റെ ഒന്നും ആവശ്യമില്ല. കഴിച്ചിപ്പോൾ കാണാൻ പാടാണ് ഗൈസ്. എന്തായാലും ഞാൻ ഇന്നൊരു സാലഡ് കഴിക്കാന്നുള്ള പ്ലാനിലാണ്. ഇവിടുത്തെ സീസർ സാലഡ് വലിയ കുഴപ്പമില്ല. അങ്ങനെ ഗൈസ് ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. കിനുവ ചിക്കൻ പവർ സാലഡ്. കൊള്ളാം, നൈസ്. കണ്ടിട്ട് കൊള്ളാം. ഞാൻ ഈ കിനുവ അധികം കഴിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം എന്താ കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനമായിരുന്നു. ഇതെൻ്റെ മാച്ച കോക്കനട്ട് ക്രീം വിത്ത് കോക്കനട്ട് വാട്ടർ. ഈ ഇടയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്കാണ് ഈ ഒരു സാധനം കഫിക്കാനേല. ഇതിൻ്റെ കളർ കുറച്ച് ഡള്ളായിട്ടുണ്ടോ എന്നൊരു സംശയം. എന്തോ സെറ്റിങ്സ് മാറിക്കിടക്കുകയാണ്. ഇതിൻ്റെ ഇതാണ് മറ്റേ എന്തോന്ന് സാലഡ് ഡ്രസ്സിങ് ഇതാണെന്ന് തോന്നുന്നു. കഴിച്ചേക്കാം. സാലഡിനെ സാലഡാക്കുന്നത് സാലഡ് ഡ്രസ്സിങ്ങാണ്. ഇതെന്തോ ലെമൺ ആൻഡ് ഒലീവ് ഓയിൽ ഡ്രസ്സിങ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിനെ നമ്മൾ മിക്സ് ചെയ്യുക. ഓ, രണ്ട് കൈയും ഉണ്ട്, എന്തൊക്കെ ചെയ്യണം.
അപ്പോൾ ഇതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ ഗൈസ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കിനുവ എന്ന് പറയുന്ന സാധനം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ബാക്ക് ഡ്രോപ്പ് അടിപൊളി. എനിക്ക് ഈ ഒരു കോർണർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈ ഒരു ചെടി വെച്ചേക്കുന്നത് കൊണ്ട് ഇറ്റ്സ് നൈസ്. ഓക്കെ ഗൈസ്, മിക്സ് ചെയ്തിട്ട് എന്തൊക്കെ കിടപ്പുണ്ട്, എന്തൊക്കെ സാധനങ്ങളാണോ. ഇത് കുറച്ച് അധികം ഹെൽത്തിയാണ് കഴിച്ച്. ചിക്കൻ കൊള്ളാം. ഈ സാലഡ് വല്ലപ്പോഴും കഴിക്കാൻ കൊള്ളാം കഴിച്ച്. ഭയങ്കര ഓവർ ഹെൽത്തി. അതിനായിട്ട് വല്ല സീസർ സാലഡും പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ കുറച്ച് ഫൈബർ കയറുമ്പോൾ കഴിച്ചു, അതുകൊണ്ട് കുഴപ്പമില്ല. മാച്ച കോക്കനട്ട് ക്രീം വിത്ത് കോക്കനട്ട് വാട്ടർ നല്ലപോലെ മിക്സ് ചെയ്യണം കഴിച്ചു. ഈ ചൂടത്ത് എന്തായാലും കോക്കനട്ട് വാട്ടറൊക്കെ കുടിക്കുന്നതാണ് നല്ലത്. നല്ല ചൂടുണ്ട് വെളിയിൽ, ഹ്യൂമിഡിറ്റി. ഇത് കൊള്ളാം. കട്ടയ്ക്ക് മാച്ചയൊക്കെ ടേസ്റ്റ് അടിക്കുന്നുണ്ട്. ഗുഡ്. അപ്പോൾ എന്തായാലും ഗൈസ് കഴിച്ചിട്ട് വരാം. സാലഡും പച്ചക്കറിയൊക്കെ തിന്നിട്ട് വരാം. കുറേ നാളായി പച്ചക്കറി കഴിച്ചിട്ട്. ചിയേഴ്സ്, ബൈ. അങ്ങനെ ഗൈസ്, ആഫ്റ്റർ എ ലോങ് ടൈം മുതലാളി വന്നിരിക്കുകയാണ്. ഇവ ഇവിടെ ഇല്ലെങ്കിൽ ഞാനും വരാറില്ല ഗൈസ്. വന്നെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം വന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞേ, മിസ്റ്റർ സഹൽ ദുബായിലൊക്കെ പോയി അടിച്ച് പൊളിച്ചിട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും കഴിച്ച് ഞാൻ മഷ്റൂം ഒഴിച്ച് ബാക്കി ഈ സാലഡ് മൊത്തം ഞാൻ എങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്ത്. ഹെൽത്തി എന്ന് പറഞ്ഞ സാധനം എന്നെ കൊണ്ട് പറ്റുന്ന കേസല്ല. സോ അടുത്ത പ്രാവശ്യം വന്നിട്ട് നമുക്ക് മാക്രോണി പാസ്തയൊക്കെ തിന്നാം. പിന്നെ എന്തായാലും കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. വൈകുന്നേരം വരെ പരിപാടിയുണ്ട്. കാർത്തിക് നേരെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. അവനും ഉണ്ട് ഈ IPL ലേലത്തിന്. IPL അല്ല, എൻ്റെ വായിൽ IPL ലേലം ഒന്ന് എന്നേ വരണം. CCL ലേലം. CCL അല്ല, സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൻ്റെ ഓപ്ഷൻ. അപ്പോൾ എന്തായാലും ഗൈസ് കാണാം. അടുത്ത എന്തെങ്കിലും ഇടയ്ക്ക് വെച്ച് പരിപാടി വേണമെങ്കിൽ അത് കാണിക്കാം. ബൈ ഗൈസ്. ഇതാണ് നമ്മുടെ വാട്സപ്പ് ഗ്യാങ്. സുഹൈർ, സോനു, ഷാസ്, രാഹുൽ. ഇവിടെ കാർ വാഷ് ചെയ്യാൻ വേണ്ടി വന്നത് കൊണ്ട് കുറച്ച് ബോറടി മാറ്റാൻ വാട്സപ്പ് കോളിൽ നമ്മുടെ പയ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ കാർ വാഷ് സ്ഥലം. എപ്പോഴും ഞാൻ വൈറ്റിലയിൽ ഇവിടെ ഈ വിവ ഗ്ലോസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്ന് ചെയ്യുന്നത് കാർ വാഷ്. ഇത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിട്ട് റെഡിയായിട്ട് നമ്മൾ CCLൻ്റെ ഓപ്ഷന് പോകുന്നു കേസ്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ്. ഷാസാണ് അതിൻ്റെ മലപ്പുറത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ. കാർത്തിയാണ് കൊച്ചിയുടെ അംബാസഡർ. കൊച്ചിയുടെ അംബാസഡറും മലപ്പുറത്തിൻ്റെ അംബാസഡറും എല്ലാം കൂടെ ഒരുമിച്ചാണ് പോകുന്നത് കേസ്. ഒരു വെറൈറ്റി. അപ്പം ട്രിവാൻഡ്രത്തിൻ്റെ അംബാസഡർ ആരാണെന്നോ ഒരു പിടിയും കിട്ടില്ല. അതേ പിന്നെ ട്രിവാൻഡ്രത്തിൻ്റെ അംബാസഡർ കാർത്തികയും കൊച്ചിയുടെ അംബാസഡർ ഷാസിനെ ആക്കാനുള്ളത്. എന്തായാലും ഗൈസ് ഇത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നു. മുടിഞ്ഞ ചൂട് കഴിച്ചു. വേർത്തൊരു വഴിക്കാവുന്നു കേട്ടോ. ജസ്റ്റ് വെളിയിൽ നിൽക്കുന്നേ ഉള്ളൂ. ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഈ വെളിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ സൂക്ഷിക്കണം കേട്ടോ. വെള്ളമൊക്കെ കുടിച്ച് അത്യാവശ്യം റെസ്റ്റൊക്കെ എടുത്ത് വേണം പണിയെടുക്കാൻ. നല്ല രീതിയിൽ ഫെറ്റീഗ് അടിക്കുന്നുണ്ട്. സോ എന്തായാലും ഗൈസ് ഞാൻ ഇതൊന്ന് കഴിഞ്ഞിട്ട് വരാം. അവിടെ കഴുകിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എൻ്റെ. അതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിൽ പോകാം ഗൈസ്. മഴ പെയ്യായിരുന്നാൽ മതിയാണ്. നോർമലി ഞാൻ എപ്പോഴൊക്കെ കാറ് വാഷ് ചെയ്യാം അപ്പോഴൊക്കെ മഴ പെയ്യും ചെളിയാകാൻ. അതൊരു വല്ലാത്ത ജിങ്സ് സെറ്റപ്പാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ്. ബൈ. ഞാനത് ഊരാൻ പോകും. ഞാനത് ഊരിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഇവരിപ്പോഴാണ് കാണുന്നത്. നല്ല പാടാണ്. ഇന്ന് ബ്രേക്ക്. ഇന്ന് ഡെയിലി വ്ളോഗ് ഇല്ല. യെസ്, ഇന്ന് മെസ്സേജ് എടുത്തിട്ട് നാളെ ഇടും ഞാൻ. ഇന്നില്ല. നീ ഡെയിലി വ്ളോഗറാണ്. ഞാൻ മറ്റേ ചില സമയത്ത് ഒരു ദിവസമൊക്കെ അങ്ങനെയൊന്നുമില്ല. അതിൽ എഴുതിയിരിക്കണം എന്തോന്നാണ്, വ്ളോഗ് ഡേ ഇത്രയാണ്. മനസ്സിലായ? അല്ലാതെ ഡെയിലി വ്ളോഗ് നമ്പർ എന്നല്ല ഞാൻ ഇടുന്നത്. എടാ എനിക്ക് പാടാണ്, നിങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പൊ പിന്നെ നിനക്ക് പിന്നെ ചെയ്യാൻ സാധനങ്ങളുണ്ട്, എനിക്കതില്ല. ഞാൻ ഇവൻ പുറത്തിറങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കണേ. എന്റെ ഡെയിലി അവിടെയാണ് തുടങ്ങുന്നത്. ഇല്ലെങ്കിൽ ഓ നോ, ഡെയിലി വ്ളോഗ് ഒരു മന്ത്ലി വ്ളോഗ് ആവും. ആടാ, അവനെ വ്ളോഗ് ഇല്ല. ഇവ ഇവിടെ വന്നിട്ട് ഇവൻ വ്ളോഗ് എടുത്തിട്ടില്ല. യെസ്, ഞാൻ ഊറ്റിയെടുക്കുകയാണ് ഗൈസ്. തൽക്കാലം കിട്ടണ ചാൻസ് അല്ലേ എന്റെ ഗുരുവിന് എന്റെ
സലിബ്രോയുടെ മാക്ബുക്ക് അങ്ങനെ ഇനി എനിക്ക് സ്വന്തം സുഹൃത്തുക്കളെ ഇത് രണ്ടും കൂടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ മാറിപ്പോ. ഇത് സലിബ്രോയുടെ സീക്രട്ട് ഫയൽസ് ഒക്കെ ഉണ്ടോ? ഇല്ല, എല്ലാം ഡിലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഫ്ലാറ്റ് ആക്കി. ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യണം, എന്നാലേ സീക്രട്ട് ഏജന്റ് ഒക്കെ വരുള്ളൂ. എന്റെ ക്യാമറ അടുത്ത് വെച്ച് കൊടുക്കുകയും ചെയ്തു. ഈ സാധനം തുറന്നു കഴിഞ്ഞാൽ എന്റെ വർക്ക് അതിലുള്ളൂ. ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുന്നല്ലോ. ഒരു അമ്മ പറ്റ രണ്ട് മക്കളാണ്. വാൾപേപ്പർ മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ വാൾപേപ്പർ ഉണ്ട്, അതിന് വാൾപേപ്പർ ഇല്ല. ഇത് സത്യം പറഞ്ഞ എടുത്തിട്ട് കറക്കിറക്കിയിട്ട് കൊടുക്കേണ്ട ആരുടെ ഏതിരിക്കണം പറയാൻ പറ്റൂല. ആ സത്യം കേട്ടോ, അന്ന് ഞാൻ അതുകൊണ്ടാണ് അടുത്ത് ബാഗ് വെച്ചത്. എന്റെ ഇരിക്കണത് ഞാൻ 2018 വാങ്ങിയ 17 വാങ്ങിയ മാക്ബുക്ക് ആണ്. 17, 18, 19, 20, 21, 22, 23, 24, 25, 26 10 വർഷമായ മാക്ബുക്കിനാണ് ഇത് ഓർഡർ ഉണ്ട്. ആസ് ഗുഡ് ആസ് ന്യൂ ആണ്. ഞാൻ ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഇത് ആസ് ഗുഡ് ആസ് ന്യൂ ആണ്. സുഹൃത്തുക്കളെ, എന്റെ എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ ഒരു പൊൻതൂവൽ കൂടെ കയറാൻ പോവുകയാണ്. ഞാൻ എഡിറ്റ് ചെയ്യുമല്ലോ. അതായത് പേഴ്സണൽ എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ. ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന്റെ പ്രോസസ്. നീ എന്താണ് എടുത്തോണ്ടിരിക്കണം? ഓണാണോ? അത് മിനി വ്ളോഗ്. ഏതില്? അതില് ഞാൻ മിനി ബ്ലോഗ് എടുക്കണോന്ന് ഞാൻ ആലോചിച്ചതാ. ഇത് നിനക്ക് അയച്ചില്ലേ ഒരു പയ്യൻ കപ്പ്? ആ പയ്യൻ എനിക്ക് അയച്ചു തന്നു. അടിപൊളി. അങ്ങനെ ഗൈസ് കാർത്തികിന് അയച്ച അതേ പയ്യൻ എനിക്ക് അയച്ചു. ഞാൻ ഇന്ന് എനിക്ക് ഇന്ന് ലേലം വിളിയെ കൊണ്ട് നമ്മൾ ഇന്ന് ലേലം വിളിക്കാൻ പോവാണ്. ഷാസ് മലപ്പുറം ടീമിന്റെ ഇല്ല, ഞാനും കണ്ടിട്ടില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നോ തിരുവനന്തപുരത്ത് പറഞ്ഞത്. ഇപ്പൊ പോസ്റ്റർ വന്നപ്പോ ഞാൻ കൊച്ചി ടീമിന്റെ ഫേസ് ആണ്. എന്താണ് സംഭവിക്കുന്നത് കണ്ടറിഞ്ഞാലേ പെട്ടുള്ളൂ സുഹൃത്തുക്കളെ. IPL ലേലം പോലെയാണെന്ന് തോന്നുന്നു. സെയിം സാധനം തന്നെ. നിങ്ങൾ ഇരുന്ന് ലേലം വിളിക്കണം. പൈസയൊക്കെ ചുമ്മാ കന്നും നോക്കണ്ട, ചുമ്മാ വിളിച്ചോ. മേടിക്കണ്ട. നീ 25 കോടിയൊക്കെ ആരെങ്കിലും വിളിച്ചോളാം. അത് ആരാണ് മലപ്പുറം ടീം ഓണർ എന്ന് പിച്ചക്കാരനാണ് ഗൈസ്. അവര് വിളിച്ച് മരിക്കുന്നു എല്ലാവരും കൂടെ. അപ്പൊ ശരി ഗൈസ്, നമ്മൾ മലപ്പുറം നമ്മള് ലേലത്തിന് പോയിട്ട് വരാം ഗൈസ്. ടാറ്റ. അങ്ങനെ ഗൈസ്, നമ്മൾ ഓപ്ഷന് പോവുകയാണ്. 2 ബ്രാൻഡ് അംബാസിഡേഴ്സുമായിട്ട്. യുവമാർക്ക് ടെൻഷൻ ഉണ്ടോ? എനിക്ക് എന്താണ് സംഭവം ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മളിത് ഓപ്ഷൻ ചെയ്യണം. IPL ലേലം കണ്ടിട്ടുണ്ടോ? അതാണ് സംഭവം. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. കോടികളുടെ കളിയാണ്. ഓക്കെ ഗൈസ്, ചേട്ടന് ഒരു കോടി നമുക്ക് കൊടുക്കാം. ചേട്ടന് കോടി വേണോ? ഓണക്കോടി വേണോ? വിഷു കോടി വേണോ? ഓക്കെ, ഓണത്തിന് അപ്പൊ ഗൈസ്, നമ്മൾ യഥാർത്ഥ കോടികളുടെ കളി കാണാൻ പോവുകയാണ്. അറിയാം, കാർത്തിക് സൂര്യ അറിഞ്ഞൂടെ? അതുകൊണ്ടാണ് അത് കേൾക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഈ പാവപ്പെട്ട ഈ പാവപ്പെട്ട വ്ളോഗ് ഇപ്പൊ തുടങ്ങി എന്റെ പേരൊക്കെ വെച്ചിട്ട്. ഒരു സബ്സ്ക്രൈബർ ഒപ്പിച്ചു നീ വലിയ സബ്സ്ക്രൈബർ, വലിയ ഇൻഫ്ലുവൻസർ ആണെന്ന് അറിയാൻ വേണ്ടിയല്ലേ ചോദിച്ചത്. മാർക്കറ്റ് ഉണ്ടാക്കിയത്. ഞാൻ മറ്റേ ഓർഗാനിക്കിൽ വിശ്വസിക്കുന്നതാണ്. അതെ, സലിബ്രോ കഴിക്കുന്നത് ഓർഗാനിക് ആണ്. യെസ്, ഇല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞേ, എനിക്ക് കിട്ടുന്ന ഓരോ സബ്സ്ക്രൈബറും ഗൈസ് എല്ലാരും തനിയെ വരുന്ന സബ്സ്ക്രൈബേഴ്സിന് ഒപ്പിച്ചു തരട്ടെ. അതെങ്ങനെ? ബെസ്റ്റ്. ആൾക്കാർ തന്നെ ആലോചിക്കും. ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ന്യൂഡ് ഫോട്ടോ ഒന്നും ഇടുന്നില്ല ഗൈസ്. നല്ല കാര്യം. അങ്ങനത്തുള്ളവരൊക്കെ കാശൊക്കെ തിരിച്ചെടുത്തിട്ട് വീട്ടിൽ പോവാ ഗൈസ്. അപ്പോൾ ഞാൻ ഇവരെ കൊണ്ടുവന്ന് കോറൽ റീഫിലോട്ട് പോട്ടെ. അവിടെയാണ് ഈ ലേലം നടക്കുന്നത്. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡ്. നമ്മൾ കാക്കനാടിലോട്ട് പോട്ടെ ഗൈസ്. കോറൽ റീഫ് നല്ല ഫുഡ് എന്നാണ് ഞാൻ കേട്ടത്. അത് ഇതുവരെയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് നോക്കാം. ഞാൻ പോസ്റ്റ് ആണെങ്കിൽ ഞാൻ അവിടെ പോയി തിന്നും. ഇവരവിടെ ഒന്ന് ലേലം വിളിക്കട്ടെ ഗൈസ്. ലെറ്റ് സീ ഗൈസ്. അങ്ങനെ ഈഗിളും വന്നിട്ടുണ്ട്. ഫുൾ പവറാണല്ലോ ഗൈസ് ഇവിടെ. അതാ ഇവിടെ ഉണ്ട് ഒരു സൂപ്പർ സെലിബ്രിറ്റി കൂടെ ഉണ്ട്. മിസ്റ്റർ ഈഗിൾ ബ്രോ, വെൽക്കം ബാക്ക് അഗൈൻ. ഗൈസ്, അങ്ങനെ വീണ്ടും
സെലിബ്രിറ്റി ഇവൻ്റ് ആണ് ഗൈസ്. ഞാനിവിടെ കിടന്നിങ്ങനെ കുറച്ച് രഹസ്യമായിട്ടൊക്കെ കുറേ സാധനങ്ങൾ എടുക്കാം. ഇതാണ് ഇവൻ്റ്. ലൂമിനാർ ടെക്നോ ലാബ്. വെൽക്കം ടു ദ KCCL ഗ്രാൻഡ് ഓപ്ഷൻ. 4 ടീമേ ഉള്ളൂ ഗൈസ്. ട്രിവാൻഡ്രം, തൃശ്ശൂർ, മലപ്പുറം, കൊച്ചി. സീൻ നല്ല രസം ഗൈസ്. അടിപൊളി. പുതിയ ഹോട്ടലാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫുഡ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴേലും വന്നിട്ട്. എന്നാലും കാണാൻ ഗൈസ് ഓപ്ഷൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് വരാം. ബൈ. ഹായ്, വെൽക്കം ടു മൈ വ്ളോഗ്. ബിഗ് ബോസ് സ്റ്റാർ RJ ബെൻസിയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി എന്തെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ ഞാൻ വരാം. ബൈ. ഷെലോ സൂപ്പർമാൻ ആണ്. മിസ്റ്റർ സൂപ്പർമാൻ, വെൽക്കം ടു മൈ വ്ളോഗ്. ചെറിയ വ്ളോഗ്. എന്തുണ്ട്? ചുമ്മാ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഗൈസ്. എങ്ങനെയാണ് ക്രിക്കറ്റ് കളി എങ്ങനെ വന്നു? ഭയങ്കര കളിയാണല്ലോ. ഇത് തന്നെ മാച്ച് ഉണ്ടോ ഉടനെ എന്തെങ്കിലും? ആണോ? ഈ സാധനത്തില്ല. ആവശ്യം വരാൻ കാണാനായിട്ട് കളിക്കാൻ പണ്ട് കളിക്കാന്ന് ഇപ്പൊ എനിക്ക് നോക്കാം. അത് കയ്യോ കുളുക്കി കിടക്കണ്ടേ. ഈ തേടിയ വെള്ളി കാലി ചുറ്റി. മിസ്റ്റർ കേരള ഫുഡി ഈസ് ഹിയർ. നമ്മൾ ഏത് ഇവന്റിൽ പോയാലും കാണുന്നുണ്ടല്ലോ. ഷോ എനിക്ക് വയ്യ. ബട്ട് അജിത് ബ്രോയുടെ കൂടെ കയറിയല്ലേ നിങ്ങൾക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ? അതെ. പക്ഷെ ഞാൻ പറയല്ലേ, എല്ലാവരും ഐഫോണാണ് ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഇത് സുഖമാ, പക്ഷെ ക്വാളിറ്റി മറ്റേ തന്നെ കുറച്ചുകൂടെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഐഫോണിന്. പക്ഷെ കുഴപ്പമില്ല, ഇത് വെച്ച് വെളിയിലൊക്കെ പോകുമ്പം ഔട്ട്ഡോറൊക്കെ പോകുമ്പോൾ രസമാണ്. മറ്റേ ആ വൈഡ് ഇത് കിട്ടുന്നുണ്ട്. സ്റ്റെബിലിറ്റി അടിപൊളി. ആക്ഷൻ അല്ലേ, ആക്ഷൻ കാണും. അങ്ങനെ നമ്മൾ കേരള ഫുഡിയെ വീണ്ടും കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഒരു ഐശ്വര്യമാണ് കേരള ഫുഡി. ഓക്കെ ഗൈസ്, അത് കാരണം ഈ വീഡിയോ ഉണ്ട്. ഒന്നും അടിക്കുന്നില്ല, അതാണ്. അടിക്കട്ടെ ഗൈസ്. ഗൈസ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ഈ ഒരു പരിപാടി. എല്ലാവരും ഉണ്ട്, പരിചയം ഒതുക്കി നടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളിരുന്ന് ഈ ഓപ്ഷൻ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയിട്ട് ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അടിക്കാം ഗൈസ്. അതാണ് നമ്മുടെ ഇന്നത്തെ അജണ്ട. ബൈ. വെൽക്കം ടു മൈ വ്ളോഗ്. ഫൈനലി അവനെ ഇന്റർവ്യൂ ചെയ്ത ഇപ്പൊ വലിയ ആളായി. ശരിയാണ്, എനിക്കറിയാം. നമ്മളിപ്പോൾ കേട്ട കമ്പനിയാണ്. എവനെയാണ് ഇന്റർവ്യൂ ചെയ്തെങ്കിലും വളർന്നു വരുന്ന താരമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് സംസാരിച്ചിട്ട് വരാം. അങ്ങനെ ഈഗിൾ ബ്രോ വന്നിരിക്കുകയാണ് നമ്മുടെ ചാനലിൽ വീണ്ടും. ഇത് കൊള്ളാം. ഇത് പക്ഷേ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് ഇതിനെക്കാട്ടി നല്ലത് ഐഫോൺ വെച്ച് എടുക്കുന്നതെന്നാണ്. എനിക്ക് അറിഞ്ഞൂടാ. കളർ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്ലാറ്റ് ആണ്. അത് വീഡിയോയിലോട്ട് ഇടുമ്പം മറ്റേ റേസിംഗിന്റെ സെറ്റപ്പില് POV എടുക്കാൻ വേണ്ടി എടുത്തത്. അതിന് കുറച്ച് വൈഡ് ഉണ്ട്. 6 ആണ് എടുത്ത. ആക്ഷൻ 6 അല്ല, കുഴപ്പമില്ല കേട്ടോ. എനിക്കിത് ഞാൻ വിചാരിക്കുന്ന ബൈക്കിൽ പോകും മറ്റേ ചുമ്മാ ഫിറ്റ് ചെയ്തിട്ട് 2 റൗണ്ട് അടിച്ചാലോ എന്ന് ആലോചിക്കാം. ഞാൻ ഇതിന്റെ മറ്റേ ഇവിടെ കടയിൽ നിന്ന് എനിക്കൊരു ആക്സസറി കിറ്റ് കിട്ടി. എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റും. മറ്റേ സാധനങ്ങൾ മൗണ്ട് എല്ലാം ഉള്ള. അപ്പൊ എല്ലാ മൗണ്ട് വെച്ചിട്ട് ഞാനിങ്ങനെ ഇതിന്റെ ഒരു ടെസ്റ്റ് വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കും. പിന്നെ അഡ്വഞ്ചർ നല്ല രീതിയിൽ ചെയ്യുന്നവരാണ്. ഞാൻ തുടങ്ങിയിട്ടില്ല, തുടങ്ങണം. അങ്ങനെ അപ്പൊ എന്തായാലും നൈസ് മീറ്റിംഗ് യു അഗെയിൻ. കഥകളി ആർട്ടിസ്റ്റ്. അതെ അതെ, ഞാൻ ഇത് പെട്ടെന്ന് കണ്ടുകൊണ്ടാണ് കഥകളി നടത്തിയത് ഇവിടെ. കൊള്ളാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കഥകളി പെർഫോമൻസ്? നൈസായിരുന്നു. എല്ലാ ഭാവങ്ങളും ഉണ്ടല്ലോ. നവരസം. റോങ് ആൻസേഴ്സ് ഒള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൗണ്ടിനെ കൊണ്ടുപോയി ഇവിടെയോ? ആണോ? അങ്ങനെ ഉണ്ടായിരുന്നു. ഫൺ സെറ്റപ്പാണ്. ആൻസർ മാത്രമേ പറയാവൂ. ഇത് എവിടെ വരും കാണാൻ? ഇവരുടെ പേജിലായിരിക്കും. ക്രിക്കറ്റിനെ കുറിച്ച് GK ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിന്ന് പറച്ച്. അപ്പൊ പറഞ്ഞ് എന്നാ പിന്നെ റോങ് ആൻസേഴ്സ് ഉള്ളി എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് ചോദിച്ചു ഫേവറേറ്റ് ബോളർ. അത് നല്ല പരിപാടിയാണ്. നിനക്ക് അറിയാവുന്ന സാധനം പറഞ്ഞ റോങ് ആയിരിക്കും. ഫേവറേറ്റ് ബോളർ ആരാണെന്ന് ചോദിച്ചു. രമേഷ് പിഷാരടി. ഫേവറേറ്റ് ക്രിക്കറ്റർ ആരാണെന്ന് ചോദിച്ചാൽ തിക്കുറിശി. കൊള്ളാം. അങ്ങനെ ഗൈസ് പരിപാടി തുടങ്ങി കഴിഞ്ഞു. എല്ലാവരും ഇനിയിപ്പോൾ സീറ്റിലിരുത്താനുള്ള പരിപാടിയാണ്. പോയിരുന്നു ലേലം വിളി രണ്ടുപേരും. ഓക്കെ ഗൈസ്, ഞാൻ പോയി ലേലം വിളി കണ്ടിട്ട് വരാം. ബൈ. ഒക്കെയാണ് ഗൈസ് പരിപാടി. ഓരോ ടീമിൻ്റെ സാധനങ്ങളാണ്. ഗൈസ് വിശിഷ്ട വ്യക്തികളെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇതൊക്കെയാണ് ഐക്കൺ പ്ലെയേഴ്സ് ഗൈസ്. അതെ, എക്സ്ക്ലൂസീവ്. എന്താണ് എനിക്കിത് കണ്ടന്റ് അല്ലേ, ചലഞ്ച് അല്ലേ ഇത്? 2, 3, 4, 6, 7, 9. ഓ മൈ ഗോഡ്, അതാണോ ഇതിനൊക്കെ ഇത്രയും ഗഹനമായ മീനിങ് ഉണ്ടായിരുന്നു. ഹായ് എല്ലാ വിശിഷ്ട വ്യക്തികളെയൊക്കെ ഹൈ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകും ഗൈസ്. പുള്ളിയുണ്ട്, പാലക്കാടിന്റെ അഭിമാനം. വെൽക്കം ടു മൈ വ്ളോഗ്.
മലപ്പുറം ടീമിന്റെ അഭിമാനമായ സീക്രട്ട് ഏജന്റ്. നിങ്ങളല്ലേ ഓണറാണോ? അല്ലേ? ആരാ ഓണർ? ഇവിടെ ഫുൾ IPL ലേലത്തിനെയും കാട്ടി വാശിയേറിയ പോരാട്ടം നടക്കാൻ പോകുന്നത്. സോ എന്തായാലും ലേലം വിളി തുടങ്ങട്ടെ. ഇതിൽ ആരാണ് കപ്പടിക്കാൻ പോകുന്നത്? സ്വന്തം പേര് പറയല്ലേ? കൊച്ചി ടീമിന്റെ സെലിബ്രിറ്റീസ് ആണ് ഗൈസ്. നമ്മളെന്തായാലും തോക്കും. ശ്രീനാന്തയും സുബിൻ ടാർസും. എന്തുണ്ട്? ഞാൻ മന്തിക്കടയിൽ വരുന്നുണ്ട് ഉടനെ. ഇല്ല, ഞാൻ നിങ്ങളെ മന്തിക്കടയിൽ വരും ഉടനെ. എവിടെയാ? കൊച്ചിയിലുണ്ടോ? ഓ, എവിടെയായാലും വന്നാൽ ഞാൻ ട്രൈ ഉറപ്പായിട്ട് ഞാൻ ജസ്റ്റ്. അപ്പൊ ഗൈസ്, യാദൽ ബ്രോ വരെ മന്തി കഴിക്കാൻ ഞാൻ ഒരു ദിവസം എന്തായാലും പോകുന്നുണ്ട്. ഈ ബഹളം കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ബൈ. സായി ചേട്ടൻ ആരെങ്കിലും ഒക്കെ ഇതിൽ നിന്ന് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഞങ്ങൾ ഈ ക്രിയേറ്റേഴ്സ് കൂടെ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ 10 പ്ലെയറിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു 11 പേരെ വെച്ച് ഞങ്ങൾക്ക് കളിക്കാൻ സത്യം പറഞ്ഞാൽ അന്ന് പ്ലേയേഴ്സ് ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ 11 പേരെ നമ്മൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ ഒരു ടീം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് 11 പേരിൽ നമ്മൾ തയ്ക്കാൻ പറ്റാതെ ലാസ്റ്റിൽ ഓരോരുത്തരെ നമ്മൾ തപ്പി പിടിച്ചു കൊണ്ടുവന്ന് കളിച്ചൊരു ടൈമിൽ രണ്ടുപേരും ചേർന്ന് നമ്മുടെ ടൈറ്റിൽ സ്പോൺസേഴ്സിന് മെമന്റോ കൊടുക്കുവാണ്. നമ്മുടെ ഈ ഒരു ഇവന്റിന്റെ ടൈറ്റിൽ പാർട്ട്നേഴ്സ് ആണ് ലൂപിന ടെക്നോള. എന്റെ ഫ്രണ്ടിലുണ്ട്. And I am so thankful to be able to തിരുവനന്തപുരത്തിന്റെ സംഘത്തിൽ ചേർന്നിരിക്കുകയാണ്. തുടങ്ങി കഴിഞ്ഞു. നമുക്കറിയാം പ്രൊഫഷണൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റ്, മലപ്പുറം പിന്നെ ഗവൺമെന്റ് എംപ്ലോയീസ്, ബാങ്കിങ് സൈഡ് ഉണ്ട്. Okay, is the next one to go back and come back. Okay, you can be there with Ansel List, Ashikame. Tight competition. He'll be back in the round 2 of the auction and moving on. I got Sridhar Skira. 2 ലക്ഷത്തിലൊരു പ്ലെയർ പോയി. He's the brother of the last. Let's offer a big thank you. അവനെ പിടിച്ച് നിർത്തി. 15. Praveen Singh Trivandrum. അങ്ങനെ ലേലം വിളിച്ചെടുത്തിരിക്കുകയാണ് ഗൈസ്. കൺഗ്രാറ്റ്സ്, എല്ലാവരും നല്ല പ്ലേയേഴ്സിനെ കിട്ടിയല്ലോ. ഇതാണ് ഗൈസ് നമ്മുടെ ടീം. ഇൻസൈൻ ട്രിവാൻഡ്രം. കാർത്തിക് സൂര്യ ഉള്ളതുകൊണ്ട് ജയിക്കുമായിരിക്കുമല്ലോ. കടക്കുകയാണ് വിത്ത് കേരള ഫുഡി. കാർത്തിക് സൂര്യ സൂപ്പ് പിടിച്ച് വേറെ പറയാനുള്ള കൊച്ചി ലെജൻസിന്റെ ഓൾ ഇൻ ഓൾ ടാർസൻ ബ്രോ. നൈസ്. നിങ്ങളുടെ പണ്ട് നിങ്ങളുടെ മറ്റേ വീഡിയോ ഉണ്ട്. ഏത് മറ്റേ ബിഗ് ബീഡ് സൂപ്പർ സാധനം. നല്ല ഫുഡാണ്. പെട്ടെന്ന് തിന്നാം. കിട്ടൂല. ഓൾറെഡി പെപ്പറും ഉണ്ട്, സോൾട്ടും ഉണ്ട്. ഇത് കുളമാകണ്ട. ഓൾറെഡി നല്ല എരിയും പെപ്പറും സോൾട്ടും എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത്. ഇതാണ് നമ്മുടെ ഫുഡ്. ചിക്കൻ ഫ്രൈ, ചിക്കൻ ബിരിയാണി, വെജിറ്റബിൾ പുലാവ്, നാന്, പപ്പടം, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല ഫുഡാണെന്ന് തോന്നുന്നു. കഴിച്ചിട്ട് വരാം ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? ഫുഡൊക്കെ അടിപൊളി. തിന്നിട്ട് മതിയാവുന്നില്ല. സത്യം വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ബുഫെ ഇത്രയും നല്ലതായിരിക്കും. കിട്ടില്ല. ചിക്കന്, ബീഫ്, ഫ്രൂട്ട്സ് ഒക്കെ അടിപൊളി. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഡയറ്റ് ഒന്നും ഇല്ലല്ലേ? ചെറുതായിട്ടൊക്കെ ഉണ്ട്. തിന്നും വർക്കൗട്ട് ചെയ്യും. അതാണ്. വർക്കൗട്ട് ഉണ്ടല്ലേ? അതാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ജോലി പോകാൻ നോക്കുന്നത്. എന്തായാലും ഗൈസ് നല്ലൊരു ഫുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഓപ്ഷന് വന്നിട്ട് പക്ഷേ
നല്ല അടിപൊളി ഫുഡ് കിട്ടി. അടിപൊളി ഫുഡായിരുന്നു. പുള്ളിക്കാരി ഭയങ്കര വലിയ ഇൻഫ്ലുവൻസർ ആണ്, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ്. കണ്ടിട്ടില്ല കണ്ടന്റ് ചെയ്യുന്നതായിട്ട്. പുള്ളിക്കാരി കണ്ടന്റ് ഒക്കെ ചെയ്യും. എയർഹോസ്റ്റസിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കണമെന്നുള്ളത് അവിടെ പോയി നോക്കിയാൽ അതെ അതെ, എല്ലാം ഞാൻ പറഞ്ഞുതരാം. ശ്രീനന്ദന അതല്ലേ? ശ്രീനന്ദന. താങ്ക് യു സോ മച്ച്. ഓക്കെ, അടുത്ത നമ്മളുടെ ഗുരുവിന്റെ അടുത്ത് പോവാം. മിസ്റ്റർ ഗുരു, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ രണ്ടുപേരും ഫുഡ് ബിരിയാണി ഉണ്ടല്ലോ, ബിരിയാണി ആ ചിക്കൻ ഫ്രൈയും കോംബോ വേറെ ലെവലിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഫുഡ് ബ്ലോഗർ ഉണ്ട് ഇവിടെ, നല്ല അല്ലായിരുന്നു, നല്ല ബിരിയാണി. നീ ഒരുപാട് കഴിച്ചിട്ടുണ്ടല്ലോ, ഇത്രയും നല്ല ഫുഡ് പ്രതീക്ഷിച്ചായിരുന്നു? ഇല്ല, ഞാൻ ഇതതിനകത്ത് തുടങ്ങിയിട്ട് ആകെ കൂടി 1 മാസമായിട്ടുള്ളൂ. അതിനിടെ തന്നെ അതിൽ ഒരെണ്ണം എന്റെ കൈയ്യട്ടി പൊട്ടാറായി. പക്ഷെ നല്ല ഫുഡായിരുന്നു, കിടിലല്ലേ? നല്ല ഫിഷ് കറി, ഫിഷ് കറി നല്ല ഫിഷ് കറി, ഫിഷ് മാംഗോ കറി നല്ല. ഞാൻ ഫിഷ് മാത്രം എടുത്ത് കഴിച്ചു. നല്ല ഫിഷ്. സീ ഫുഡ് ലവറാണല്ലേ കൂടുതലും? അങ്ങനെയല്ല, എല്ലാം കഴിക്കും ഞാൻ. ഓ, ടഫ് ക്വസ്റ്റ്യൻസ്. സദ്യ ആയിരിക്കും കേരളത്തിലെ ബുഫേല്. ഇപ്പം സദ്യയാണല്ലേ? അത് തൃശ്ശൂർകാരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, അവർക്ക് സദ്യയാണ് കൂടുതൽ ഇഷ്ടം. സദ്യ സ്പെഷ്യൽ തിരുവനന്തപുരം, തൃശ്ശൂർ, തിരുവനന്തപുരം. അതാണ് എനിക്ക് തിരുവനന്തപുരം കഴിഞ്ഞിട്ട് തൃശ്ശൂര്, തിരുവനന്തപുരത്തെ പരിപ്പ് സദ്യ അതല്ല സദ്യ. പരിപ്പ് കറി ഒഴിക്കാതെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും മറ്റേ തൃശ്ശൂരൊക്കെ വന്നപ്പോഴത്തേക്കും സൈഡിൽ പരിപ്പ് ടച്ചിങ് സൈഡ് വെച്ചേക്കണം. പരിപ്പ് ഒഴിച്ച് പപ്പടം ഒഴിച്ച് പരിപ്പ് നെയ്യ് കൊണ്ട് നമുക്ക് സൈഡിലുള്ള ഒരു ചെറിയ സാധനമാണ്. ഞങ്ങൾ സദ്യക്ക് ഓംലെറ്റ് വിളമ്പാറില്ല. ഓംലെറ്റ് കണ്ട ഇതാണ് ഇവരതിൽ എന്ത് പായസമാണ് കഴിക്കുന്നത്? പാലട ആരെ കണ്ടുപിടിച്ചത്? തൃശ്ശൂർ. എനിക്കറിയാം, ഇത് ഇവന്റെ ക്ലെയിം മാത്രമാണ്. നമുക്ക് അവിടെ കടല പായസം ഉണ്ട്, സേമിയ പായസം ഉണ്ട്, അടപ്രഥമനുണ്ട്. പക്ഷെ എല്ലാ സദ്യയിലും ഇന്ന് ഉള്ളത് പാലടയാണ്. അത് കണ്ടുപിടിച്ചത് തൃശ്ശൂരാണ്. അത് ഒരു പായസം വെച്ച് അവരവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. നമ്മൾ വിഭവസമൃദ്ധമായ 4-4 പായസം കൊടുക്കണത് ഒരു സദ്യക്ക്. അവിടെ എല്ലാ പായസവും ഉണ്ട്. ഈ കടല അന്ന് ഞങ്ങൾ പറയില്ല, പരിപ്പ് പായസം, പഴം പായസം, പഴപ്രഥമൻ, പാലടപ്രഥമൻ, അടപ്രഥമൻ, പിന്നെ ക്യാരറ്റ്, തക്കാളി, എല്ലാം നമുക്ക് ഒരു ഓർഡർ ഇല്ല ഇവർക്ക് അച്ചടക്കം അല്ല കഴിക്കുന്നതിന്. ആരും ഇതൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ തോണ്ടിക്കൊണ്ടൊന്ന് ഒഴിക്കുകയാണ്. ട്രിവാൻഡ്രം പോയിട്ട് നിങ്ങൾക്ക് 2ാമത്തെ പ്രാവശ്യം പപ്പടം ചോദിക്കാൻ പറ്റുമോ? 2ാമത്തെ പ്രാവശ്യം കറി വരുമോ? ഒരു 5 സ്റ്റാർ അല്ലെങ്കിൽ 7 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് മെയിൻ കോഴ്സ് കഴിഞ്ഞതിന് അതിന് ശേഷം മുമ്പും ശേഷവും ഒക്കെ സൂപ്പ് മേടിച്ച് കുടിക്കുവാണെങ്കിൽ അതിനൊരു ഓർഡർ ഉണ്ട്. നമ്മൾ ഓർഡർ ആയിട്ട് തിന്നുന്ന ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പണ്ട് കാലത്ത്. അതിൽ കഴിച്ചു കഴിഞ്ഞാൽ ഹാപ്പി ആയിരിക്കും. ഇല്ല, നമ്മൾ സദ്യയുടെ കാര്യത്തിൽ സംസാരിക്കും. നമ്മുടെ കടയിൽ മന്തി മാത്രമല്ല, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, ചില്ലി ബീഫ്, ഡ്രൈ ചിക്കൻ, ബീഫ് മന്തി, അൽഫാം മന്തി, ഷവായ് മന്തി എല്ലാം ഉണ്ട്. സദ്യ കിട്ടും. സദ്യ ഒരു ദിവസം അങ്ങോട്ട് പോകുന്നുണ്ട്. കാർത്തിയാനി പോയി ഫിഷ് മീൽസ്. സദ്യ എവിടുത്തെ നല്ലത്? സദ്യ തിരുവനന്തപുരത്താണ്. നീ എന്നാ ലാസ്റ്റ് സദ്യ കഴിച്ചോ? തിരുവനന്തപുരത്തിന്റെ സൈഡിലായി ഒരു കാര്യമില്ല. അവളെടുത്ത് ചോദിച്ചു നീ തിരുവനന്തപുരം. ഈ ട്രിവാൻഡ്രമോളികളെ കൊണ്ട് ഞാൻ ഇതിനുള്ള മറുപടി കൊടുത്തില്ല. മട്ടൻ അത്രയും നല്ല മട്ടൻ അല്ല ട്രിവാൻഡ്രം നമ്പർ 1. ട്രിവാൻഡ്രത്തെല്ലാം ഒരുവിധം എല്ലാ ഏറ്റവും നല്ല മട്ടൻ ഡിഷ് കിട്ടുന്ന എല്ലാ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നമ്മളെ ചോദ്യം അതല്ലല്ലോ. സദ്യ തിരുവനന്തപുരം തന്നെ പോടാ. പക്ഷേ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് തൃശ്ശൂർ പോയി കഴിക്കണമെന്നുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഗുരുവായൂർ തൃശ്ശൂരല്ലേ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ.
എല്ലാ സ്ഥലത്തും മോശം സദ്യ ഉണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് എല്ലാ സദ്യ അതൊക്കെ തിരുവനന്തപുരത്ത് നല്ല മോശം സദ്യ ഒരെണ്ണം വന്നാലേ. പക്ഷെ ഞാൻ എപ്പോഴൊക്കെ ഗുരുവായൂർ കല്യാണത്തിന് സദ്യ കഴിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു പെണ്ണെടുത്ത് ഇത്തിപ്പൂരം മറ്റേ രസം കയ്യിൽ ഒഴിച്ചു തരാൻ പറഞ്ഞിട്ട് അവളത് ഒഴിച്ച് പാത്രം വരെ നിറച്ചു വെച്ച് സദ്യ പോകാൻ പോലും രസം ഒഴിച്ചു തരാം. നിങ്ങളുടെ രണ്ടാമത് വീല് കിട്ടും. ഏതെങ്കിലും ആവശ്യമില്ല, നമ്മൾ ആദ്യമേ നിറച്ചു കൊടുക്കും. നമ്മൾ ഇത്തിപ്പൂരം വിളമ്പിയിട്ട് പിന്നെ രണ്ടാമത് കൊണ്ടുപോയി കൂടുതൽ ചോദിപ്പിക്കൂല. നമ്മൾ ആദ്യമേ നിറച്ചു കൊടുക്കും. നമുക്ക് ഇഷ്ടമുള്ളത്ര കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷം. കഴിച്ചോ, അതിന് ഞങ്ങളുടെ ഊണെന്ന് പറയും. ഞാനൊരു പ്രാവശ്യം രണ്ടാമത് പപ്പടം ചോദിച്ചാൽ അയാളെന്നെ നോക്കി നോട്ടത്തിലില്ലേ സദ്യക്ക് പപ്പടം കഴിക്കേണ്ട ഒരു അളവുണ്ട്. അത് കറക്റ്റ് അനുപാതത്തിൽ കഴിക്കേണ്ട ഒരു പപ്പടം ഈ സിനഫ്, അല്ലാത്തതാണ് ഊണ്. നമുക്കെല്ലാം നമുക്ക് ഇഷ്ടത്തിന് കഴിക്കാനല്ലേ ഡിമാൻഡ് ആണല്ലേ ഇപ്പം വില കൂടുതലായിരുന്നു. അവസാനത്ത് വരെ പപ്പടത്തിനായിരുന്നു അടി. അതെന്റെ കല്യാണം. തൃശ്ശൂർ സദ്യയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞവരോട് അടങ്ങി. ഷാസിന്റെ അഭിപ്രായം എടുക്കുന്നില്ല. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ആ തെക്ക് പോയി ജീവിച്ച ഇവനെ ഞാൻ ഒരു സദ്യ കഴിഞ്ഞേ ഉള്ളൂ ഈ ലോകത്ത് വേറെ സദ്യ. ഇവനെ ഞാൻ കണ്ടം വഴി ഷാസിന്റെ അഭിപ്രായം എടുക്കുന്നില്ല. ജീവിതത്തിന്റെ ഭൂരിഭാഗവും ആ നാട്ടിൽ ജീവിച്ചവന് ഈ നാട്ടിൽ ഒരു ഫുഡ് താല്പര്യം മലയാളം എന്തിനാണ്? അതാണ് എനിക്ക് നിന്റെ അടുത്തും പറയാനുള്ളത്. അതെ, അതാണ് സദ്യ തൃശ്ശൂർ. ഓക്കെ ഗൈസ്, നമ്മളിതൊരു പോളായിട്ട് ഇടുന്നതായിരിക്കും. എവിടെയാണ് അടികൂടി ഇതൊരു ഫുൾ വ്ളോഗായി മാറിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്, എവിടെയാണ് ഏറ്റവും നല്ല സദ്യ കിട്ടുന്നതെന്നുള്ളത്. തൃശ്ശൂറാണോ, ട്രിവാൻഡ്രം ആണോ, വേറെ ഏതെങ്കിലും സ്ഥലമാണോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും അടുത്ത ഒരു സ്പോട്ട് നോക്കട്ടെ, വേറെ ആരെങ്കിലും കിട്ടുമോ നോക്കട്ടെ. അങ്ങനെ ഗൈസ്, ഫേവറേറ്റ് എയർലൈൻ ചോദിച്ച് നടക്കുന്ന നന്ദന. അതെ, അങ്ങനെ ഇത് ഓൾറെഡി റെക്കോർഡ് ആയിട്ടുണ്ടല്ലോ. ഞാൻ റെക്കോർഡ് ആയിട്ടുണ്ട്. നീ അതിലെടുത്ത് കട്ട് ചെയ്തോ. എന്തായി? അതെ, ഇതിൽ കാണാൻ കൊള്ളാം കേട്ടോ. അപ്പം ഗൈസ്, നമ്മളിവിടെ പരിപാടിയുടെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. വെയിറ്റ് ഗൈസ്, ഞാൻ ഇതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് വരാം. പുള്ളിക്കാരി ഇവിടെ ഫേവറേറ്റ് എയർലൈൻ കണ്ടന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരും ഇൻഡിഗോ പറയുന്നില്ല, പാവം. രണ്ടുപേരെ പേടിപ്പിച്ച് പറയിപ്പിച്ചാണ് കേട്ടോ. ആർക്കും ഇൻഡിഗോ ആയിട്ടൊരു നല്ല കണക്ഷൻ ഇല്ല. അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. സെൽഫിയിലോട്ട് ഇരിക്കുകയാണ്. നമ്മളിനി ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. ബൈ, എല്ലാവരും കഴിഞ്ഞു. ശ്രീനന്ദ ബൈ, നമ്മൾ പോവുകയാണ്. ടാറ്റ. ഞാൻ ഒരു ബൈ പറഞ്ഞോ. ബൈ ബൈ ബ്രോ, കാണാം. താങ്ക്സ് ഫോർ ദിസ് ഇവന്റ്. ബൈ ഗൈസ്, ബൈ. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല ടൈം എടുത്തു. ജസ്റ്റ് ഒരു ചെറിയ പരിപാടി എന്ന് വെച്ച് വന്നതാണ്. പക്ഷേ നല്ല വലിയ പരിപാടിയായിരുന്നു അല്ലേ, നല്ല അടിപൊളി പരിപാടി, നല്ല ഫുഡായിരുന്നു കേട്ടോ. വിപുലീകരി IPL ലെവലിലാവും, കേരളത്തിൻ്റെ IPL ആയി മാറും ഗൈസ്, ഉറപ്പാണ്. ഓൾ ദ ബെസ്റ്റ് സായി ബ്രോ. പുള്ളിയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചുക്കാൻ അല്ലേ? ആണോ? ഞാൻ നിങ്ങളാണ് ഇതിൻ്റെ ഓർഗനൈസറും അല്ലല്ലേ? ഓ അങ്ങനെ ജസ്റ്റ്. ഓ എനിക്ക് എങ്ങനെയെങ്കിലും സഞ്ജു സാംസണിനെ കാണണം, അതാണ് എനിക്ക്. പുള്ളി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു അഭിലാഷമാണ് ഗൈസ്, ഹ്യൂജ് സഞ്ജു ഫാൻ. അതുകൊണ്ട് എന്തായാലും ഞാൻ പോവും. കാലിക്കറ്റിലോ ട്രിവാൻഡ്രത്തോ എവിടെയായാലും കുഴപ്പമില്ല, ഞാൻ പോയി കാണാം ഗൈസ്. നമ്മൾ വർഷക്കല്ലടാ കേക്ക്, വർഷക്കല്ലേ കേക്ക്, വർഷയ്ക്കൊരു കേക്ക് വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇവിടുത്തെ ബേക്കറിയിൽ. അതെ, അതെ, വർഷയ്ക്കൊരു കേക്ക്, ജെൻസിക്കൊരു കേക്ക്. അതാണ് ഗൈസ്, റമ്മേ മില്ലനിയൽ ഭർത്താവ്. അങ്ങനെ ഗൈസ്, നമ്മൾ പോസ്റ്റാക്കിയ ആളെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അവസാനം അവളെ സോപ്പിടാൻ വേണ്ടി നമ്മളിതാ ഈ സാധനം വെച്ചിട്ടുണ്ട്. നിനക്കാണ് ഇന്ന് അതിനുള്ള ഭാഗ്യം കിട്ടിയത്. മറ്റേ ഓ മൈ ഗോഡ്, ഉമ്മ അവിടെ ഇരുന്ന് കൊറിയൻ സീരീസ് കണ്ടോണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. ഇവര് രണ്ടുപേരും മരണ ലേലം വിളിയായിരുന്നു. കിടിലൻ TV ആണ് കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. എൻ്റെ കോൾ മീ ഫ്ലാഷ് ഡെൻ
അതാണ് ഞാൻ ഇതിനെ വിളിക്കുന്നത്. നല്ല പരിപാടിയായിരുന്നു ഗൈസ്, സമയം പോയത് അറിഞ്ഞില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഈ പ്ലേയേഴ്സിനൊക്കെ അവർ ഫണ്ടൊക്കെ ഇങ്ങനെ റിസർവ് ചെയ്ത് വെച്ചിട്ട് പല പല സ്ട്രാറ്റജിയൊക്കെ യൂസ് ചെയ്ത് ഓരോരോ ടീം വിളിക്കുന്നത്. എന്നെ ട്രിവാൻഡ്രംകാർ പൊക്കി കഴിച്ചു. ഞാൻ ചുമ്മാ അവിടെ കാണാൻ പോയതാണ്. പക്ഷേ കാർത്തിയിലേക്ക് കൂടെ പോയി ഇരുന്നിട്ട് ഫുൾ അവരുടെ സ്ട്രാറ്റജിയൊക്കെ കണ്ടുപിടിക്കുകയാണ്. കാർത്തി ഈഗിളും ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്തിന്. അപ്പോൾ എന്തായാലും കഴിച്ച് ഇതൊരു ഇത്തിരി അത്യാവശ്യം വലിയ വ്ളോഗായിരുന്നു എന്ന് എനിക്കറിയാം. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഇത്രയും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കിട്ടുമ്പോൾ നമ്മൾ വെറുതെ വിടാൻ പാടില്ലല്ലോ. എല്ലാവരെ കൊണ്ടും നമ്മൾ വ്ളോഗിലോട്ട് നമ്മളൊരു ഇൻപുട്ട് ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് വെരി ഹാപ്പി അവരെയൊക്കെ വീണ്ടും വീണ്ടും കാണുമ്പോൾ. നല്ല അടിപൊളി ഇൻഡിവിജ്വൽസ് ആണ് ഗൈസ്. സോ വെരി ഹാപ്പി ടു സ്പെൻഡ് ടൈം വിത്ത് ദം ആൻഡ് പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി. എനിവേയ്സ് താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ഗൈസ്. ഇത്രയും എൻ്റെ ഈ ഒരു വ്ളോഗൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി. ഇന്ന് ഒരുപാട് പേര് സംസാരിക്കുകയും ചെയ്തു. ആൻഡ് ലെറ്റ്സ് സീ ഗൈസ്, ഇനിയും ഭാവിയിൽ കുറച്ച് ഫണ്ണായിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളൊരു ഇതിൽ I will keep continuing my vlog പരിപാടീസ്. താങ്ക്സ് സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഗൈസ്. അപ്പോൾ കാർത്തിയും വർഷയും പോകാറായി ഗൈസ്. അപ്പോൾ അവരെ യാത്ര അയച്ചിട്ട് ഇന്നത്തേക്ക് കിടന്നുറങ്ങാൻ പോകുന്നു. ടാറ്റാ ഗൈസ്, ലവ് യു ഓൾ, ബൈ.